ആ ഗീതേ ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. നീ എങ്ങോട്ടാ ഓടുന്നേ? നീ ആ ചന്ദ്രനെ കണ്ടോ? ചന്ദ്രനെയോ? ആ ചന്ദ്രനെ ഇന്ന് കണ്ടല്ലോ. ഇന്നലെ ഞാനൊന്നും കണ്ടില്ല, ഇന്ന് കണ്ടു. ഇന്ന് കണ്ടോ? ഇന്ന് കണ്ടു. ഇന്ന് പുള്ളിയായിരുന്നു. ഞങ്ങൾ കണ്ടില്ല. നിങ്ങൾ കാണാതിരിക്കാനേ, പുള്ളി തൊഴിലുറപ്പിലായിരുന്നു. പുള്ളിയുടെ തൊഴിലുറപ്പിലോ? ഭാര്യയ്ക്ക് എന്തോ സുഖമില്ലെന്ന്. ഭാര്യയ്ക്ക് വരാൻ കഴിഞ്ഞില്ല. പകരം ഒരാള് പുള്ളി അറിഞ്ഞു. എൻ്റെ പിള്ളേർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ചന്ദ്രൻ വേണം. ചന്ദ്രൻ ഇല്ലാണ്ട് കഴിക്കുകയില്ല. അതങ്ങനെ ശീലമായിപ്പോയി. ചന്ദ്രനെ കാണിച്ച് ഞങ്ങൾ ഭക്ഷണം കൊടുക്കണേ. ഭയങ്കര പ്രശ്നമാകുന്നുണ്ട്. പിള്ളേർ കഴിക്കുന്നേ ഇല്ല. ഇന്ന് ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല. അത് കൊള്ളാം, കഷ്ടമാണല്ലോ. ഇനിയിപ്പോ എന്നെ അയാളെ വീട്ടിലേക്ക് ചെല്ലുന്നാ പിന്നെ? വീട്ടിലോട്ടോ? എവിടെയാ അയാളുടെ വീട്? ചന്ദ്രനെ കണ്ടില്ലേ? കഴിക്കില്ലാന്ന്. നീ പറയുന്ന ചന്ദ്രനേത്? ഞാൻ പറയുന്ന ചന്ദ്രനേത്? നമ്മുടെ കൂടെ നമ്മുടെ ലീലച്ചേച്ചിയുടെ കെട്ടിയൻ ചന്ദ്രന്റെ കാര്യമല്ലേ നിങ്ങൾ? അല്ല, ലീലച്ചേച്ചിയുടെ കെട്ടിയൻ ചന്ദ്രൻ. അങ്ങനെ ചന്ദ്രൻ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ചന്ദ്രൻ വേറെ. വേറെ ചന്ദ്രനെ ഞാൻ അറിയാമല്ലോ. നീ അറിയില്ലേ? നീ കണ്ടിട്ടുമില്ലേ? നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കണേ? ഇയാൾ എന്താ ഈ പറയുന്ന കാര്യം? പറ, എനിക്ക് മനസ്സിലായില്ല. ചന്ദ്രനെ കാണാതെ എൻ്റെ മക്കള് ഭക്ഷണം കഴിക്കില്ല. കൊച്ചുമക്കള് ഞങ്ങൾ എന്തും കഥയും പറഞ്ഞു കൊടുത്ത് ചന്ദ്രനെ കാണിച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതാണ് നിന്നോട് ഞങ്ങൾ ചോദിച്ചത്, ചന്ദ്രനെ കണ്ടോ എന്ന്. പിന്നെയും പറയുന്നു ഞങ്ങളിവിടെ നോക്കിയിട്ടും കണ്ടില്ല. ഈ കറുത്തവാവ് അങ്ങനെ വല്ലതും ആണോ? എന്നതാ സംഭവം? കറുത്തവാവിന് ചന്ദ്രൻ പുറത്തിറങ്ങൂലേ? കറുത്തവാവിന് ചന്ദ്രൻ പുറത്തിറങ്ങുക നീ ഉദ്ദേശിക്കുന്ന ചന്ദ്രൻ അല്ലെന്ന്. വേറെ ചന്ദ്രന്മാർ ഇവിടെ ഇല്ലെന്നാ. ഓ, വിളയെ കൊണ്ട് ഞാൻ മടുത്തല്ലോ ദൈവമേ. ഇതൊരു ഭയങ്കര ഞാനും മടുത്തല്ലോ. പോയിട്ട് അത്യാവശ്യമുണ്ട്. പോയിട്ട് അത്യാവശ്യമുണ്ടോ? നീ ഇന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഇതൊരു വല്ലാത്ത കഷ്ടമാണല്ലോ. വല്ലാത്ത കഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ പിള്ളേർ കൊച്ചുമക്കൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ചന്ദ്രനെ കാണണം. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു ചന്ദ്രനെ വിളിച്ചോണ്ട് പോകാൻ മനുഷ്യ. ചന്ദ്രനെ വിളിച്ചോണ്ട് വന്നിട്ട് എന്നാ കാര്യം? ചന്ദ്രൻ ഞാൻ പറയുന്ന ചന്ദ്രൻ ആകാശത്ത് കാണുന്ന ചന്ദ്രനാ. ആകാശത്ത് കാണുന്ന ചന്ദ്രനെ കാണിച്ച് പിള്ളേരെ വെളിയിൽ വെച്ച് ചോറ് കൊടുക്കണതാ. അമ്പിളിമാമനെ പിടിച്ചു. അങ്ങനെയാണോ കുഞ്ഞുങ്ങൾ? അതെ അതെ, ചന്ദ്രനെ കാണുന്നില്ല ഇപ്പോ. ചേട്ടൻ ഇച്ചിരി ബുദ്ധിമുട്ടും മാമനെ പിടിക്കാൻ. എന്താണെന്നറിയോ, ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം കൂടെ ഇപ്പൊ ചന്ദ്രനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ. നിങ്ങൾ അറിയുന്നില്ലേ എത്ര പേരെ കേൾക്കുന്നുണ്ട്? 5 സ്റ്റാർ ഹോട്ടലോ പലവക കൊടിയൊക്കെ കൊണ്ട് നാട്ടിക്കഴിഞ്ഞു. കുരുമുളക് കൊടിയും നാട്ടിയോ? എല്ലാ കൊടിയുണ്ട്. അപ്പൊ എല്ലാ കളറുള്ള കൊടിയുണ്ട് ഇപ്പൊ അവിടെ. കളറുള്ള കൊടിയുണ്ടോ? എന്നാ എന്റെ പാർട്ടി അത്. ഞങ്ങളുടെ ആൾക്കാർ എവിടെയെല്ലാം ഉണ്ടെന്ന് പറയാം. ഞങ്ങളുടെ പാർട്ടിക്കാര് ഇപ്പൊ ചന്ദ്രൻ അവിടെ നിന്ന് പോയി. അതുകൊണ്ട് ഞങ്ങൾ കൊടി നാട്ടിയുണ്ടോ? പിന്നെ പുള്ളിക്ക് അവിടെ സ്ഥലം അങ്ങനൊന്നും വേണ്ട, അതിനും പറയരുത്. ഞങ്ങൾ എവിടെയും വിലയുള്ള ആൾക്കാരാ. നിങ്ങൾ വരെയുണ്ടാവും. ചന്ദ്രനെ അവിടെ ഇപ്പൊ ഇരിക്കാൻ സ്ഥലമില്ലണ്ടായി. പുള്ളി സ്ഥലം വിട്ടു കൊടുക്കണം. അതുകൊണ്ട് പിള്ളേരോട് പറ, അമ്പിളി മാമൻ മുങ്ങി സ്ഥലത്തില്ലെന്ന് പറ. ചോറിനാൻ പറയാം.